എൻ്റെ അടുത്ത് തന്നെ പെട്ടെന്ന് മാതാവിൻ്റെ രൂപം വന്ന് അമ്മേൻ്റെ അടുത്ത് വന്ന് നിന്ന് അങ്ങനെ അമ്മേനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നെന്ന് പറഞ്ഞ് അപ്പം വേണ്ടി ഇവിടെ നിർത്തി തന്ന പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ ആയിരം നന്ദി പറയുന്നു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ പോകുന്നത്. അമ്മയ്ക്ക് സോഡിയം കൂടുതലായിട്ട് കൈയും കാലുകളൊന്നും അനങ്ങാതെ വെള്ളമൊന്നും കുടിക്കാതെ ഒരുപാട് വിഷമത്തിലായി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് 2 ദിവസം വരെ ശരീരം മുഴുവനും നീരായി, മൂത്രമൊന്നും പോകാതെ അമ്മ ആകെ വിഷമിച്ച് ഡോക്ടർമാർ വെള്ളമൊന്നും കുടിക്കുന്നില്ലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞ് നിങ്ങളെന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, അമ്മയ്ക്ക് ഇനി രക്ഷപ്പെടുകയൊന്നുമില്ല. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അന്നേരം അവിടെ ഇല്ലായിരുന്നു. എൻ്റെ അനിയത്തിമാർ എന്നോട് വിളിച്ച് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അമ്മേനെ വന്ന് കണ്ടോ, അല്ലെങ്കിൽ ജീവനോടെ കാണാൻ പറ്റും തോന്നുന്നില്ല, ഡോക്ടർമാർ അങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞ്. അത് പറഞ്ഞ ശേഷം എല്ലാവരും വന്ന് അമ്മയ്ക്ക് അമ്മേൻ്റെ സഹോദരന്മാരും സഹോദരികളെല്ലാം വന്ന് അമ്മയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഓരോരുത്തരും വന്ന് അമ്മേനെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ വിഷമായി. അങ്ങനെ ഞാൻ ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യായിരുന്നു. അവിടുന്ന് ഞാൻ പറഞ്ഞ് അനിയത്തിമാരോട് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട, ഉടമ്പടി എടുത്തതല്ലേ നമ്മൾ, മാതാവ് കാത്തോളും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ജോലി സ്ഥലത്തുനിന്ന് ഹോസ്പിറ്റലിലെത്തി. കാശുരൂപം എടുത്തിട്ട് അമ്മേൻ്റെ ഷോളിൽ കെട്ടി വെച്ച് കൊടുത്ത് പുസ്തകം എടുത്തിട്ട് പ്രസിദ്ധീകരണ പുസ്തകം എടുത്തിട്ട് അമ്മേൻ്റെ തലയണേൻ്റെ അടിയിൽ വെച്ച് ഞങ്ങൾ വിശ്വാസ പ്രമാണവും പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ പ്രാർത്ഥിച്ച്, എല്ലാവരും കൂടി പ്രാർത്ഥിച്ച്. അങ്ങനെ ഒരു 11 മണിയായ സമയത്ത്, രാത്രി 11 മണിയായ സമയം നമ്മൾ എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രിയായ സമയം അമ്മ പെട്ടെന്ന് ഞെട്ടി എണീക്കുകയും ചെയ്ത്. അമ്മ പറഞ്ഞ് അമ്മേൻ്റെ മുഖത്തുള്ള നീരും മൂത്രം പോകാനുള്ളത് എല്ലാം മൂത്രമൊക്കെ പോയി, ഒരു അസുഖവും ഇല്ലാതെ പഴയതുപോലെ തന്നെ അമ്മ പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് മാറ്റം വന്ന്. അത്ര സമയം വരെ ഞങ്ങളെല്ലാവരും അമ്മേനെ ഇങ്ങനെ പിടിച്ചോണ്ടായിരുന്നു വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അമ്മ വെള്ളമൊന്നും കുടിക്കുന്നില്ലായിരുന്നു, കുടിക്കുന്ന വെള്ളമൊക്കെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തൊട്ടടുത്തുള്ള ബെഡുകാർക്കൊക്കെ ഭയങ്കര വിഷമായി. അമ്മ എന്തായാലും രാത്രി ഡോക്ടർ പറഞ്ഞ് ബാക്കിയാവില്ല, അങ്ങനെയാണ് പറയുന്നത്. ആങ്ങളെ പറഞ്ഞ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടുവെള്ളം എടുത്ത് തണുപ്പിച്ച് വെക്കാൻ പറഞ്ഞ് വെള്ളമൊക്കെ കൊടുക്കാൻ, പെട്ടെന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കാനൊക്കെ ഞങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി ഇങ്ങനെ ഇരുന്ന്. അങ്ങനെ പെട്ടെന്നാണ് അമ്മ ബെഡിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. ഒരു 2 മണി രാത്രിയായ സമയം പെട്ടെന്ന് അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഈ ആശുപത്രി ബെഡിൻ്റെ അടുത്ത് തന്നെ പെട്ടെന്ന് മാതാവിൻ്റെ രൂപം വന്ന് അമ്മേൻ്റെ അടുത്ത് വന്ന് നിന്ന് അങ്ങനെ അമ്മേനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നെന്ന് പറഞ്ഞ്. അപ്പം അമ്മ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയണം, ഞാൻ കൃപാസന മാതാവിനെ പോലത്തെ മാതാവിനെയാണ് കണ്ടത് ഞങ്ങളോട് പറഞ്ഞ്. മാതാവിൻ്റെ പുസ്തകം ഞങ്ങൾക്കപ്പോൾ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മയ്ക്കൊന്നും പറ്റില്ല എല്ലാവരും അങ്ങനെ പറഞ്ഞാലും ഞാൻ വളരെയധികം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ച് എന്തായാലും അമ്മയ്ക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നല്ലേ ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ അസുഖമെല്ലാം മാറി. പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് കുറേ വർഷങ്ങളായിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. ആ തലവേദന ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആ തലവേദനയൊക്കെ ഇങ്ങനെ മാറിപ്പോയി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോള് നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് പഠിക്കാനൊക്കെ കുറച്ച് വിഷമമായിരുന്നു. ആ സമയം പറഞ്ഞ് 4ാമത്തെ വർഷം അമ്മ പരീക്ഷയൊക്കെ നല്ല വിഷമമായിരുന്നു എന്ന് പറയുകയും ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞ് പേടിക്കണ്ട, നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതല്ലേ, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന് ആ വർഷം 4th ഇയറിൽ നല്ല മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവുകയും പിന്നെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് മാതാവേ എത്രയും പെട്ടെന്ന് എൻ്റെ മോൾക്ക് വിദേശ രാജ്യത്തൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച്. അങ്ങനെ വിദേശ രാജ്യത്തിൽ ജോലി കിട്ടി. ഇപ്പോൾ അവളവിടെ ജോലി ചെയ്യുന്നുണ്ട്. 2ാമത്തെ മോളും അതുപോലെ തന്നെ പെട്ടെന്ന് നല്ലൊരു ജോലിയിലേക്ക് പഠിക്കാനും നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്ത്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും ദൈവവിശ്വാസത്തിൽ വളരാനും എല്ലാം ഞങ്ങൾക്ക് സാധിച്ചു. അതിനുവേണ്ടി
ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സഹോദരിയുടെ അമ്മ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യത്തിൽ, ഡോക്ടർമാർ പോലും കൈവിട്ടൊരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രത്യാശ അല്ലാതെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു എന്നും, അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിവിടെ സാക്ഷ്യം പറയുന്ന സാക്ഷ്യങ്ങളിലൊക്കെ ഏറെ പ്രത്യേകിച്ച് മാതാവ് ആർക്കു വേണ്ടിയാണോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്, അല്ല ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മാതാവിൻ്റെ ദർശനം കിട്ടുന്നതും ഒരുപക്ഷെ മാതാവിനെ കണ്ടു എന്നവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് അത് സ്ഥിരമായിട്ട് നമ്മളിവിടെ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട്. ഇതിലും ഈ ചേച്ചി പ്രാർത്ഥിക്കുമ്പം അമ്മ അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവിടെ വെൻറ്റിലേറ്ററിലായിരിക്കുന്ന അമ്മ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം കണ്ടു എന്നാണ് അവകാശപ്പെടുന്നത്. അതിനുശേഷം ആ അമ്മ തന്നെയാണ് ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് തൻ്റെ മകളെ ഇങ്ങോട്ട് അയക്കുന്നതും. അപ്പോൾ വിശ്വസിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് സാന്നിധ്യം കൊണ്ട് നമ്മളെ സൗഖ്യപ്പെടുത്തുക മാത്രമല്ല, ഇത് എന്നിലൂടെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതിന് അമ്മ നേരിട്ട് വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ഇതൊരു സാക്ഷ്യത്തിലെന്നല്ല, പല സാക്ഷ്യത്തിലും നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ശ്വാസം മുട്ടലും മറ്റുമൊക്കെ മാറിയെന്ന് പറയുന്നതും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ സാധിക്കുന്നു എന്ന് സാക്ഷ്യം പറയുന്നതുമെല്ലാം ഉടമ്പടി പ്രാർത്ഥനയോട് വിശ്വസ്തയോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവകേന്ദ്രീകൃതമായൊരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്നുള്ളതിന് അടിവരയിടുന്ന കാര്യങ്ങളാണ്. ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ, ഏറെ പ്രത്യേകിച്ച് അമ്മയ്ക്ക് നൽകിയ വലിയ സൗഖ്യത്തിനെ ഓർത്ത് നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.